ബെഹ്റയുടെ ഭാര്യ കൊച്ചി ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്നുണ്ട്. ആ മാഡത്തിന് സുരക്ഷ ഒരുക്കാൻ കേരള പോലീസ് പോയി പാറാവ് നിന്നതിന് ചെലവായ പൈസ എത്രയാണ്? 1,37,00,000 രൂപ. പെൻഷൻ പറ്റിയിട്ടും 2.25 ലക്ഷം രൂപ ശമ്പളം കൊടുത്ത് ഈ കേരളത്തിലെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ചുമതലയും കൊടുത്ത് സഖാവ് പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ലോക്നാഥ് ബെഹ്റയെ ഈ കേരളത്തിൽ തുടരാൻ അനുവദിക്കണമെങ്കിൽ ആ മനുഷ്യന്റെ ചരിത്രം എന്താണ്, പശ്ചാത്തലം എന്താണ്, അയാൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ബന്ധം ഉണ്ടാകുന്നത് നിങ്ങൾ പരിശോധിക്കുക. ഞാൻ പറയുന്നത് ഒന്നും നുണയല്ല, നിങ്ങൾ പരിശോധിച്ചോ. ലോക്നാഥ് ബെഹ്റ CBI ഉണ്ടായിരുന്നു. CBI ഉണ്ടായിരിക്കെ അദ്ദേഹം അന്വേഷിച്ച ഒരു കൊലപാതക കേസുണ്ട്. ഏത് കേസാണെന്നറിയോ? ഹിരൺ പാണ്ഡ്യ കൊലപാതക കേസാണ്. ഇനി ആരാണ് ഹിരൺ പാണ്ഡ്യ? BJPയുടെ ഗുജറാത്തിലെ ഏറ്റവും വലിയ നേതാവ്, നരേന്ദ്രമോദിയേക്കാൾ സീനിയർ. മോദി മുഖ്യമന്ത്രിയായി വരുമ്പോ കേശുഭായ് പട്ടേലിനെ മാറ്റി മോദി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാകുമ്പോ ഹി വാസ് ഓൾറെഡി ദെയർ എന്നാണ്. ഹിരൺ പാണ്ഡ്യ അപ്പൊ മന്ത്രിയാണ്. മോദി മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ട് ഹിരൺ പാണ്ഡ്യയോട് പറഞ്ഞു, ഞാനിപ്പോ MLA അല്ല, അതുകൊണ്ട് എനിക്ക് മത്സരിച്ച് ജയിക്കാൻ ഒരു മണ്ഡലം വേണം അല്ലെ. തിരൂരങ്ങാടിയിൽ പണ്ട് AK ആന്റണിയെ നിർത്തി വിജയിപ്പിച്ച കഥ നമ്മൾ പറയാറുള്ളത് പോലെ മൂപ്പര് പറഞ്ഞു, എനിക്ക് മത്സരിക്കാൻ നിങ്ങളുടെ മണ്ഡലം ഒഴിവാക്കി തരണം. എലിസബത്ത് എന്നാണ് ആ മണ്ഡലത്തിന്റെ പേര്. അവിടെ ആകുമ്പോൾ ഞാൻ ജയിക്കും, അല്ലെങ്കിൽ പ്രയാസാണ്. ഹിരൺ പാണ്ഡ്യ തിരിച്ച്, നീ ആരാണ് എന്നോട് മാറി തരാൻ പറയാൻ? നീ കുറെ ആളുകളുടെ മണിയടിച്ച് മുഖ്യമന്ത്രി ആയിട്ടുണ്ടാവും, പക്ഷെ മിസ്റ്റർ നരേന്ദ്രമോദി, ഞാൻ നിങ്ങളെക്കാൾ സീനിയർ ആണെന്ന് ഓർക്കണം എന്നാണ്. അങ്ങനെ മറ്റൊരു മണ്ഡലത്തിൽ നിന്ന് മോദി ജയിച്ച് മുഖ്യമന്ത്രിയായി. ഹിരൺ പാണ്ഡ്യ ആഭ്യന്തരമന്ത്രിയാണ്. ഇവർ തമ്മിൽ അടിമൂത്തു. ഭരണം മുന്നോട്ട് പോവാറായി. RSS ഇടപെട്ടു. എന്നിട്ട് ഹിരൺ പാണ്ഡ്യയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു എന്നാണ്. ഡൽഹിയിലുള്ളപ്പോ ഒരു ദിവസം രാവിലെ മനുഷ്യൻ നടക്കാൻ പോയപ്പോ അദ്ദേഹം വെടിയേറ്റ് മരിച്ചു. ഞാനൊരു പ്രസ്താവനയിലേക്ക് പോകുന്നില്ല. ഇനി ഇതിന്റെ വീഡിയോ പുറത്തു പോയിട്ട് നാളെ എനിക്കൊരു UAPAയോ പിന്നെ NSAയോ വരണ്ട. പക്ഷെ അന്ന് നടന്ന 2 ഫാക്ട്സ് കൂടി ഞാൻ പറയാം. അത് പറഞ്ഞ പേരിൽ കേസ് എടുക്കാന്ന് പറ്റും. ഒന്ന്, നരേന്ദ്രമോദിയും അമിത്ഷായും ഹിരൺ പാണ്ഡ്യയുടെ ഭൗതിക ശരീരം കാണാൻ വന്നപ്പോ നിങ്ങൾ എന്റെ മകന്റെ മുഖം കാണരുത് എന്ന് പറഞ്ഞ് ഹിരൺ പാണ്ഡ്യയുടെ അച്ഛൻ നരേന്ദ്രമോദിയെ തടഞ്ഞു. ജാഗ്രതി പാണ്ഡെ ഹിരൺ പാണ്ഡ്യയുടെ ഭാര്യയാണ്. അദ്ദേഹം ആ കേസ് അന്വേഷിച്ച CBI അന്വേഷണ സംഘത്തിന് ചില മൊഴികൾ കൊടുത്തു. ആ കേസിൽ ഇവർ രണ്ടാളും രക്ഷപ്പെട്ടു. ഇവർ രണ്ടുപേരും ചോദ്യം ചെയ്തത് പോലുമില്ല. ജാഗ്രതി പാണ്ഡ്യക്ക് ശേഷം അന്ന് ഗുജറാത്തിലെ പോലീസ് ഓഫീസറായിരുന്ന, ഇപ്പോൾ അറസ്റ്റിലായിരുന്ന RB ശ്രീകുമാറിന്റെ മൊഴിയെടുക്കാൻ വന്നതില്ല. ഈ ആഴ്ചത്തെ മാതൃഭൂമി ആഴ്ച പതിക്കാണ്, ഗഫൂർക്ക വായിച്ചിട്ടുണ്ടാവും. ആ മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുന്നതിന് 1 മണിക്കൂർ മുൻപ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് ഓൺലൈനിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ RB ശ്രീകുമാർ പറയുന്ന കാര്യം ഞാൻ പറയുന്നില്ല. എന്റെ പേരിൽ കേസെടുക്കാൻ അവിടെ വകുപ്പില്ല. ആ അന്വേഷണ സംഘത്തിന്റെ തലവനാരായിരുന്നു? ലോക്നാഥ് ബെഹ്റ. നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇയാൾ പറയുന്ന BGM അല്ല രാഷ്ട്രീയം. ഇയാളുടെ പ്രസംഗത്തിന് മ്യൂസിക് ഇട്ട് അവർ പ്രചരിപ്പിക്കുമ്പോ ഞാൻ കേസ് എടുക്കില്ലെന്ന്, ഞാൻ കേസ് പിൻവലിക്കില്ലെന്ന്, പൗരത്വ നിയമം ഇവിടെ നടപ്പാക്കില്ലെന്ന് അദ്ദേഹം പറയുമ്പോ അത് സ്ക്രിപ്റ്റഡ് ആണ്, എഴുതി കൊടുത്ത് പറയാണ്. അതിന് മ്യൂസിക് ചേർക്കുന്നത് AKG സെന്ററിലാണ്. ആ മ്യൂസിക്കിന്റെ പുറകെ നമ്മൾ പോകണ്ട, ഇയാളുടെ വർത്തമാനങ്ങളുടെ പുറകെ നമ്മൾ പോകണ്ട. ഇയാളുടെ നിലപാടുകൾ, ഇയാളുടെ ചരിത്രം, അതാണ് പരിശോധിക്കേണ്ടത്. പിണറായി വിജയന്റെ ചരിത്രം എന്ന് പറയുന്നത് ഇതാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും ഗുജറാത്ത് അടക്കിവാണ് കാലത്ത് ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ തേച്ചൊലിപ്പിക്കാൻ അവർ കൊട്ടേഷൻ കൊടുത്ത ലോക്നാഥ് ബെഹ്റ എന്ന് പറയുന്ന സംഘപരിവാറിന്റെ യുദ്ധക്കാരൻ എങ്ങനെയാണ് കേരളത്തിന്റെ DGP ആയത്, കാലാവധി പൂർത്തിയായത്? എന്നിട്ട് എന്തേ ഇനിയും അയാളെ പറഞ്ഞു വിടാത്തത്? 19 വയസ്സുള്ള ഒരു പെൺകുട്ടി, ഇസ്രത്ത് ജഹാൻ. എനിക്ക് സമയമുള്ളതുകൊണ്ടാണ് ഞാനത് വിശദമായിട്ട് പറയുന്നത്. 19 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി വെടിയേറ്റ് മരിച്ചു. മോദിയെ കൊല്ലാൻ പോയ തീവ്രവാദിയാണെന്ന് പറഞ്ഞു. മോദിയെ കൊല്ലാൻ പോയ തീവ്രവാദി. ആ പെൺകുട്ടിയുടെ ഉമ്മ ഈ ലോകത്തോട് നെഞ്ചു പൊട്ടി കരഞ്ഞു പറഞ്ഞു, എന്റെ മോള് ഒരായുധം എടുത്തിട്ടില്ല, അവൾ ആരെയും കൊന്നിട്ടില്ല, അവർക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല. രാവിലെ ജോലിക്ക് പോകുന്ന കുട്ടിയാണ്, വൈകിട്ട് വരെ ജോലിക്ക് പോയി പിന്നെ പഠിക്കാനും പോയിട്ടാണ് അവൾ എന്റെ വീട്ടിൽ വരിക. എനിക്ക് അവളും അവൾക്ക് ഞാനും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ അടുക്കളയിൽ ആയുധങ്ങളല്ലാതെ ജീവിതത്തിൽ ഇന്ന് വരെ എന്റെ മോളൊരു ആയുധം എടുത്തിട്ടില്ല. ആ മോളാണ് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ബോംബെ അഹമ്മദാബാദ് എക്സ്പ്രസ് ഹൈവേയുടെ ഓരത്ത് 4 പുരുഷന്മാരുടെ കൂടെ വെടിയേറ്റ് മരിച്ചു കിടക്കുന്നത്, ചത്തിങ്ങനെ മലച്ചു കിടക്കുന്ന ആ പെൺകുട്ടിയുടെ മയ്യത്തിന്റെ കയ്യിൽ അവരൊരു തോക്ക് വെച്ച് കൊടുത്തിരുന്നു. ആ ദൃശ്യങ്ങൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവയത്രി, ഇവർ കവിതയുടെ ആളുകളാണല്ലോ, ഇവർ വിപ്ലവത്തിന്റെ ആളുകളാണല്ലോ, ഇവരാണല്ലോ വലിയ ബുദ്ധിജീവികള്. അവരൊരു കവിത എഴുതി ആ പെൺകുട്ടി പറയുന്നതായിട്ട്, ആ പെൺകുട്ടിയുടെ ആത്മഭാഷണം, ഞാനൊരു തോക്കും കണ്ടിട്ടില്ല, എന്റെ കൈകളിൽ അവർ തിരുകി വെച്ചതല്ലാതെ, ഞാനൊരു വെടിയുണ്ടയും കണ്ടിട്ടില്ല, എന്റെ നെഞ്ചിൽ തുറഞ്ഞു കയറിയതല്ലാതെ എന്നാണ്. അപ്പൊ പുള്ളിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു. 6 വട്ടം ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നാണ്. ഇനി അവൾ ഭീകരവാദിയാണെങ്കിൽ അവളെ ബലാത്സംഗം ചെയ്യാൻ, അവളെ വെടിവെച്ചു കൊല്ലാൻ ഏത് നിയമമാണ്, ഏത്
കോടതിയാണ് നിങ്ങൾക്ക് അനുമതി തരുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ നമ്മളൊക്കെ ഇപ്പൊ ഭയപ്പെടുന്ന അടുത്ത 40 വർഷം ഇന്ത്യ ഞങ്ങൾ ഭരിക്കുമെന്ന് വീണ്ടും മുഴക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ MLA-മാർക്ക് തലയൊന്നിന് 150 കോടി വിലയിട്ട് അവരെ വിലക്കെടുക്കാൻ മാത്രം കരുത്തനെന്ന് ഓപ്പറേഷൻ ചാണക്യയുടെ തലവനെന്ന് ഈ രാജ്യത്തെ മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന അമിത്ഷാ അയാളെ വിലങ്ങ് വെച്ച് തെരുവിലൂടെ നടത്തി ജയിലിലടക്കാൻ ഒരു പാർട്ടി തന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണെന്ന് നിങ്ങൾ മറന്നു പോകണ്ട. ആ ചരിത്രം, ആ കാലം, ആ കേസിൽ നിന്ന് രക്ഷപ്പെടണമായിരുന്നു ആർക്ക്? ഈ പറയുന്ന വിദ്വാന്മാർക്ക്, 2 ജുറാസിക്കുകൾക്ക്. ഡേവിഡ് കോൾമാൻ ഇറ്റലി എന്ന് പറയുന്ന അമേരിക്കയിൽ അറസ്റ്റിലായ ഒരു ഭീകരൻ, ആ ഭീകരനെ ചോദ്യം ചെയ്യാൻ ഇവിടെ നിന്ന് NIA-യുടെ അന്വേഷണ സംഘം പോയി. ആ സംഘത്തിന്റെയും തലവനാരായിരുന്നു ഈ ബെഹ്റ. ആ കേസിലും ക്ലീൻ ചിറ്റ് വാങ്ങിക്കൊടുത്ത് അവരെ രക്ഷപ്പെടുത്തി. ഇനി തമിഴ്നാട്ടിന്റെ ഇപ്പോഴത്തെ ഇന്റലിജൻസ് മേധാവിയുടെ പേരറിയോ നിങ്ങൾ? പേരറിയാമോ നിങ്ങൾക്ക്? ആരാണ്? പി കന്ദസ്വാമി എന്നാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ അമിത്ഷായെ കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്താൻ ആർക്ക് ധൈര്യമുണ്ടെന്ന് ചോദിച്ചപ്പോ ഞാൻ അതിന് തയ്യാറാണെന്ന് പറഞ്ഞ് അന്ന് ഗുജറാത്തിന്റെ ആഭ്യന്തര മന്ത്രിയായിരുന്ന അമിത്ഷായുടെ ഔദ്യോഗിക വസതിയിൽ കയറി ചെന്ന് അയാളുടെ തോളത്ത് കൈവച്ചിട്ട് യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പറയാൻ തന്റെ ഇടം കാണിച്ച കന്ദസ്വാമിയെ എവിടെയുണ്ടെന്ന് തേടി പിടിച്ച് പോലീസ് മേധാവിയുടെ കസേരയിലിരുത്തിയ നേതാവിന്റെ പേര് സ്റ്റാലിൻ എന്നാണ്. ആ സ്റ്റാലിൻ പറയുന്നത് ഈ രാജ്യത്ത് RSS-നെ BJP-യെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു മുന്നണി വരണമെന്നാണ്. കന്ദസ്വാമിയാണ് അവിടുത്തെ DGP. ബെഹ്റയാണ് ഇയാളുടെ ഇഷ്ടക്കാരൻ. നിങ്ങൾ പറയും വ്യത്യാസമില്ലേ? ഇയാൾ പറയുന്നതാണോ ഇയാൾ ചെയ്യുന്നത്? ആരാണ് ഇവിടെ RSS-നെ സഹായിക്കുന്നത്? ആരാണ് RSS-ന്റെ കൂടെ നിൽക്കുന്നത്? ആരാണ് RSS-ന് പിന്തുണ കൊടുത്തത്? ആരാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് RSS-നെ കൊണ്ടുവന്നത്? അതിവരാണ്.